السلام عليكم ورحمة الله وبركاته. نحمده ونصلي على رسوله الكريم أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടലിനെ പരിപൂർണമായും സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളെയും അള്ളാഹു പുറത്തു നൽകുകയും ശേഷിക്കുന്ന ജീവിതം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രൂപത്തിൽ ജീവിക്കാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസുഖങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, മറ്റ് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ എല്ലാവർക്കും അള്ളാഹു ആജിലും മുസ്തമിറുമായ ഷിഫ നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തോടുകൂടിയുള്ള ഈമാനോടുകൂടിയുള്ള ജീവിതം അവർക്കും നമുക്കും നമ്മുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ധാരാളം പ്രവാസികളായിട്ടുള്ള സുഹൃത്തുക്കൾ, അള്ളാഹു അവരെല്ലാവരെയും അവൻ്റെ സംരക്ഷണത്തിലാക്കട്ടെ. ലോക മുസ്ലിം ഉമ്മത്തിന് അള്ളാഹു അവൻ്റെ സംരക്ഷണത്തിലാക്കട്ടെ. ശത്രുക്കളുടെ കുതന്ത്രങ്ങളിൽ നിന്നും അവരുടെ എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അവരുടെ എല്ലാവിധ കുതന്ത്രങ്ങളിൽ നിന്നും അള്ളാഹു നമ്മുടെ സഹോദരങ്ങളെ കാത്തു സംരക്ഷിക്കുമാറാകട്ടെ. അവൻ്റെ കാവലിലായി അള്ളാഹു അവരെ നിലനിർത്തട്ടെ. ശത്രുക്കൾ അള്ളാഹു നശിപ്പിച്ച് കളയട്ടെ. അൽഹംദുലില്ലാ, വളരെ പ്രധാനപ്പെട്ട മാസത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധമായ റമദാൻ മാസം വളരെ പുണ്യമാക്കപ്പെട്ട മാസമാണ്. ദിവസവും പരിശുദ്ധമായ റമദാനുമായി ബന്ധപ്പെട്ട അതിൻ്റെ മഹത്വങ്ങളെക്കുറിച്ച് നമ്മൾ പല ക്ലാസ്സുകളിലൂടെയായി കേൾക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. എല്ലാവരും ഒന്ന് മനസ്സിരുത്തി മനസ്സിൻ്റെ ഹൃദയത്തിൽ കൈവച്ചുകൊണ്ട് ഓരോരുത്തരും ഞാൻ എന്നോട് ചോദിക്കുക, ഓരോരുത്തരും അവരവരോട് തന്നെ സ്വയം ചോദിക്കുക, ഈ പരിശുദ്ധമായ റമദാൻ മാസം വന്നു, അത് നമ്മളോട് വിട പറയാറായി. എന്താണ് ഈ ഒരു റമദാൻ മാസത്തിലൂടെ എനിക്ക് ചെയ്യാൻ സാധിച്ചത്? ഈ റമദാൻ മാസത്തിലൂടെ അള്ളാഹു ഉദ്ദേശിച്ച ആ ഒരു കാര്യം എന്നെക്കൊണ്ട് നേടിയെടുക്കാൻ, എന്നെക്കൊണ്ട് ചെയ്യാൻ സാധിച്ചോ എന്ന് നാം ഓരോരുത്തരും ഈ പരിശുദ്ധമായ റമദാനിൻ്റെ ഈ വൈകിയ വേളയിൽ നമ്മളെക്കുറിച്ച് തന്നെ നമ്മളൊരു ഹിസാബ്, കണക്ക് ചോദ്യം ചെയ്യൽ വളരെ അനിവാര്യമാണ്. സഹോദരങ്ങളെ, കേവലം ഒരു പ്രസരിപ്പല്ല, അതല്ല എങ്കിൽ വിശപ്പ് സഹിക്കലല്ല, അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ വിശപ്പ് സഹിച്ച് ക്ഷീണിച്ച് വളരെ പ്രയാസപ്പെട്ട് ആളുകളുടെ മുന്നിൽ, മറ്റുള്ളവരുടെ മുന്നിൽ ആ പ്രയാസത്തെ കാണിക്കലല്ല പരിശുദ്ധമായ റമദാൻ. റമദാൻ എന്ന് പറയുന്നത് പാപങ്ങളെ കരിയിച്ച് കളയുന്ന മാസമാണ്. റമദാൻ തുടങ്ങി ഇത് നമുക്ക് ഓർമ്മയുണ്ട്. ഇതാ ഇപ്പോൾ റമദാൻ അവസാനിക്കാറായി. ഇനി ഏതാനും ചില ദിവസങ്ങൾ കഴിഞ്ഞാൽ റമദാൻ നമ്മളിൽ നിന്ന് വിട പറയുകയാണ്. മുഅ്മിനീങ്ങൾ, യഥാർത്ഥ മുഅ്മിനിൻ്റെ ഹൃദയത്തിൽ ഒരു വിങ്ങലും പ്രയാസവും വിഷമവും ഉണ്ടാകേണ്ട സമയമാണിത്. കാരണം നമുക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു നിഅമത്താണിത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, എത്രയോ ആളുകൾ അത് ആഗ്രഹിച്ചിരുന്നു, അവരാരും ഇന്ന് ഈ ഭൂമിലോകത്തില്ല. ഇനി അടുത്തൊരു വർഷം പരിശുദ്ധമായ റമദാൻ മാസം വരുമ്പോൾ നമ്മളിൽ ആരൊക്കെ ഉണ്ടാകും? ഞാനിപ്പോൾ ആരോഗ്യപരമായിട്ട് എനിക്ക് പ്രായമൊന്നും ആയിട്ടില്ല, ഞാനിപ്പോൾ ഭയങ്കര റാഹത്തിലാണ്, അതുകൊണ്ട് ഞാൻ അടുത്ത വർഷവും ഉണ്ടാവും, ഒരിക്കലും. കാരണം മരണമെന്ന് പറയുന്നത് നമ്മുടെ ചെരുപ്പിൻ്റെ വാറിനേക്കാൾ, അതായത് ചെരുപ്പ് എത്രമാത്രം നമ്മുടെ കാൽപാദത്തോട് ചേർന്ന് നിൽക്കുന്നോ അതിനേക്കാൾ വളരെ അടുത്താണ് നമ്മുടെ മരണം. അടുത്ത സെക്കൻഡിൽ നമുക്ക് എന്ത് സംഭവിക്കും എന്ന് നമുക്ക് ആർക്കും ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. നമ്മൾ പറയാറില്ലേ, എത്ര ആരോഗ്യമുള്ള ഒരാളായിരുന്നു, പെട്ടെന്ന് പോയി. ഇത്രയേ ഉള്ളൂ. നമ്മളുടെ എല്ലാവരുടെയും അവസ്ഥ തന്നെയാണ്. ആരോഗ്യം നോക്കിക്കൊണ്ടോ, പ്രായം നോക്കിക്കൊണ്ടോ, അസുഖം നോക്കിക്കൊണ്ടോ ഒന്നുമല്ല മരണം നമ്മളിലേക്ക് വരുന്നത്. മരണത്തിന് ആരുടെയും അനുവാദത്തിൻ്റെ ആവശ്യമില്ല. സമയമായി കഴിഞ്ഞാൽ ഒരു അനുവാദവും ചോദിക്കാതെ നമ്മളിലേക്ക് വരുന്ന ഒരു അതിഥിയാണ് മരണമെന്ന് പറയുന്നത്.
നമ്മളെല്ലാവരും ഈ ലോകത്ത് നിന്ന് ഒരു ദിവസം വിട പറയേണ്ടവരാണ്. ആ വിട പറയുമ്പോൾ ഈ ദുനിയാവിലെ ജീവിതം അത്രമാത്രം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രൂപത്തിലാണെങ്കിൽ മരണത്തെ ഒരു മനുഷ്യനും ഭയക്കുകയില്ല. യഥാർത്ഥ മുഅ്മിനിന് മരണം ഭയക്കേണ്ട ആവശ്യമില്ല. യഥാർത്ഥ മുഅ്മിൻ എപ്പോഴും മരണത്തെ പ്രതീക്ഷിച്ച് കഴിയുന്നവനാണ്. എന്നാൽ മരണത്തിന് ശേഷം വരാനിരിക്കുന്ന ജീവിതത്തിന് വേണ്ടി തയ്യാറെടുക്കാത്തൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മരണത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ, മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്ന വീഡിയോസുകൾ കാണുമ്പോൾ, അതുമായി ബന്ധപ്പെട്ട് അതല്ലെങ്കിൽ തെറ്റ് ചെയ്യരുത് എന്ന് പറയുമ്പോൾ, ആ തെറ്റിൻ്റെ ഭയാനകതയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ, അതുപോലെ പലിശ എടുക്കരുത് എന്ന് പറയുമ്പോൾ, ആ പലിശയിൽ കുടുങ്ങി നിൽക്കുന്ന ഒരാൾ ആ വീഡിയോ ഒരിക്കലും കാണാൻ ആഗ്രഹിക്കില്ല. ഞാനിത് കഴിയട്ടെ, എന്നിട്ട് ഞാൻ കാണാം, കാരണം ഇപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ആകെ പ്രയാസവും. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഓരോ കാര്യത്തെയും അവഗണിച്ച് 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 ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ ആരെ കാണിക്കാനാണ്, ആരെ പറ്റിച്ചാണ് നമ്മൾ ജീവിക്കുന്നത്? അള്ളാഹുവിനെ. അള്ളാഹു എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൻ്റെ ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളും വ്യക്തമായി അറിയുന്നവനാണ്. ഇരുട്ടിൻ്റെ മറവിൽ ചെയ്യുന്ന കാര്യങ്ങൾ, ഹൃദയത്തിൻ്റെ ഉള്ളിൽ മറച്ചു വെക്കുന്ന കാര്യങ്ങൾ എല്ലാം അള്ളാഹുവിനറിയാം. അള്ളാഹുവിനെയാണ് നമ്മൾ ആരാധിക്കേണ്ടത്. ആ രക്ഷാധികാരിയായ അള്ളാഹു നമുക്ക് എന്തെല്ലാം നിഅമത്തുകൾ നൽകി. ആ നിഅമത്തുകൾ ഓരോന്നോരോന്നായി നമ്മുടെ ജീവിതത്തിൽ നിന്നും അടർന്നു പോകുമ്പോൾ, ഇല്ലാതെയാകുമ്പോഴാണ് ഓരോ നിഅമത്തുകളും നിഅമത്തായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആരോഗ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ആരോഗ്യം ക്ഷയിക്കുമ്പോഴാണ് ആരോഗ്യത്തിൻ്റെ വില നമുക്ക് മനസ്സിലാക്കുക. സഹോദരങ്ങളെ, പറഞ്ഞു വന്നത് വളരെ പുണ്യമാക്കപ്പെട്ട ഒരു മാസത്തിലാണ്. ആ മാസം കഴിയാറായി. ഇനിയുള്ള സമയം നമ്മളൊന്ന് ശൈത്താൻ നമ്മളെ ഏതെല്ലാം രൂപത്തിൽ പിടിമുറുക്കാൻ കഴിയുമോ, പിടിച്ചു വലിക്കാൻ അവന് സാധിക്കുമോ, ആ രൂപത്തിലൊക്കെ നമ്മളെ ഈ ഒരു ഇബാദത്ത് വളരെ പ്രധാനപ്പെട്ട സമയം, വളരെ വളരെ പ്രധാനപ്പെട്ട സമയമാണ്. കാരണം പണ്ഡിതന്മാർക്കിടയിൽ ഏറ്റവും കൂടുതൽ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കേണ്ടത് റമദാനിൻ്റെ റമദാൻ മുഴുവനും പ്രതീക്ഷിക്കേണ്ടതാണ്. അതിലേറ്റവും കൂടുതലായിട്ട് പ്രതീക്ഷിക്കേണ്ടത് അവസാനത്തെ പത്തിലാണ്. ഈ അവസാനത്തെ പത്തിൽ തന്നെ ഏറ്റവും കൂടുതലായിട്ട് പ്രതീക്ഷിക്കേണ്ടത് ഒറ്റ ഒറ്റ രാവുകളിലാണ്. അതിൽ തന്നെ ഏറ്റവും കൂടുതലായിട്ട് പ്രതീക്ഷയുള്ളത് 27-ാം രാവിലാണ് എന്ന് വിചാരിച്ച് നമ്മളെല്ലാവരും, അധികം ആളുകളും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് 27-ാം രാവിലാണ് ലൈലത്തുൽ ഖദർ. നമ്മൾ കുറേ അങ്ങനെ തന്നെ അങ്ങോട്ട് അതായത് ഏറ്റവും കൂടുതൽ അഭിപ്രായം മഹാന്മാർക്കിടയിൽ വന്നിട്ടുള്ളത് 27-ാം രാവാണ് എന്ന് വിചാരിച്ച് ബാക്കിയുള്ള ദിവസത്തിലാകാൻ സാധ്യതയില്ല എന്നില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, 27-ാം രാവിലല്ല എങ്കിൽ നമ്മൾ 27-ാമര് ഇബാദത്ത് ചെയ്തുകൊണ്ട് ആ ലൈലത്തുൽ ഖദർ കിട്ടുന്നുണ്ടോ? അപ്പോൾ പറഞ്ഞു വന്നത്, ലൈലത്തുൽ ഖദറിനെ 27-ാം രാവിൽ മാത്രമല്ല നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കേണ്ട ഒരു ദിവസമാണ് 27-ാം രാവെന്ന് പറയുന്നത്. അതിനുശേഷവും ഇനിയും ദിവസങ്ങൾ നമുക്ക് ബാക്കിയുണ്ട്. ആ ദിവസങ്ങൾ 27-ാം രാവ് സാധാരണ കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? 27-ാം രാവ് കഴിയുമ്പോഴേക്കും പള്ളികൾ കാലിയാവുകയാണ്. വീടുകളിലാണെങ്കിലും പെരുന്നാളിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങുകയാണ്. എല്ലാവരും കമ്പോളങ്ങളിലാണ്, ചന്തകളിലാണ്, റീൽസിലാണ്. ഇതൊന്നും വേണ്ടെന്നല്ല പറയുന്നത്. പക്ഷേ നമ്മളതോടുകൂടി തീരുമാനിക്കുകയാണ് റമദാൻ കഴിഞ്ഞുവെന്ന്. സഹോദരങ്ങൾ, ആരും ശൈത്താൻ്റെ വലയിൽ നമ്മൾ ആരും പെട്ടുപോകരുത്. ഞാനും നിങ്ങളും നമ്മളെപ്പോഴും വളരെ ഗൗരവമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ശൈത്താൻ നമ്മളോടൊരു കാര്യം ചെയ്യണ്ട എന്ന് പറയില്ല. നമസ്കാരത്തിൻ്റെ സമയമായി, ളുഹറിൻ്റെ ബാങ്ക് കൊടുത്തു, എന്താ ശൈത്താൻ നമ്മൾ നിസ്കരിക്കേണ്ടെന്ന് പറയോ? കാരണം നിസ്കരിക്കേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ സ്വഭാവം അനുസരിച്ച് ചെയ്യേണ്ട എന്ന് പറയുന്ന കാര്യം ചെയ്യാനാണ് താല്പര്യം. അതുകൊണ്ട് ഒരിക്കലും ശൈത്താൻ നമ്മളോട് ചെയ്യേണ്ട എന്ന് പറയില്ല. പിന്നെന്താ പറയുക? സമയമായിട്ടല്ലേ ഉള്ളൂ, അല്പം കഴിയട്ടെ. അത് കഴിയും. ഇനിയുണ്ടല്ലോ ഇഖാമത്ത് കൊടുക്കാൻ ഒരു 5 മിനിറ്റും കൂടിയുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ജമാഅത്ത് ഇപ്പോൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, ജമാഅത്ത് അവസാനത്തിലാണെങ്കിലും ജമാഅത്തിൻ്റെ കൂലി കിട്ടും. ജമാഅത്ത് കഴിഞ്ഞു, ഖളാ ആയിട്ടില്ലല്ലോ, ഖളാ ആകാൻ ഇനിയും സമയമുണ്ട്. അങ്ങനെ അങ്ങനെ നമ്മളടുത്ത് പിന്തിപ്പിച്ച് പിന്നെ ചെയ്യാം പിന്നെ ചെയ്യാം പിന്നെ ചെയ്യാം എന്ന് പറഞ്ഞ് ആ ഒരു അമലിനെ നമ്മളിൽ നിന്നും ഇല്ലാതാക്കിക്കളയും. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ശൈത്താൻ്റെ വലയിൽ പെട്ടു പോവുകയേ ഒരു വിഷയത്തിലും
ഇബാദത്തുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലും അള്ളാഹുവിനനുസരിക്കേണ്ട വിഷയത്തിൽ ഒരു നിലക്കും നമ്മൾ യാതൊരു നിലയിലുള്ള വിട്ടുവീഴ്ചയും ആരും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. ആരെയും കാണിക്കാനോ ആരുടെയെങ്കിലും സിമ്പതി പറ്റലോ അല്ല ഇബാദത്ത് എന്ന് പറയുന്നത്. ഇത് അടിമയും ഉടമയും തമ്മിലുള്ള കണക്ഷനാണ്. അടിമയും ഇതിൽ നമ്മൾ ഒരു സൃഷ്ടിയെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. അവരുടെ നല്ല വാക്ക് പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. അവരെന്ത് വിചാരിക്കുമെന്ന് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. ഇത് ഞാനും എൻ്റെ റബ്ബുമായി ബന്ധപ്പെട്ടതാണ്. അതിൽ ആരും എന്തും പറഞ്ഞോട്ടെ, നോ പ്രോബ്ലം. കാരണം മരിക്കുമ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ അമലുകൾ മാത്രമേ ഉള്ളൂ. നമ്മൾ ആരെ കാണിക്കാൻ വേണ്ടി ചെയ്തോ, ആരുടെയൊക്കെ നല്ല വർത്തമാനങ്ങൾ പ്രതീക്ഷിച്ചോ, അവരാരും നമ്മുടെ കൂടെ ഉണ്ടാവില്ല. കൂടെ ഉണ്ടാകില്ല എന്ന് മാത്രമല്ല, അത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അനുകൂലമായിട്ടാണെങ്കിൽ പ്രതികൂലമായിട്ടായിരിക്കും നമുക്കത് നാളെ ഖിയാമത്ത് നാളിൽ സംഭവിക്കാൻ വരിക. അതുകൊണ്ട് അത് വളരെ എല്ലാവരും പ്രത്യേകം അക്കാര്യം ശ്രദ്ധിക്കണം. വളരെ പ്രധാനപ്പെട്ടൊരു ദിവസമാണെന്ന്, 27-ാം രാവ്. ഏറ്റവും കൂടുതലായി ഈ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കേണ്ട ഒരു ദിവസം. ലൈലത്തുൽ ഖദർ വളരെ പ്രധാനപ്പെട്ടതാണ്. 83 വർഷം തുടർച്ചയായി അള്ളാഹുവിൻ്റെ മുന്നിൽ ഇബാദത്തിന് വേണ്ടി മാത്രം മാറ്റിവെച്ച പ്രതിഫലമാണ് അള്ളാഹു നമുക്ക് നൽകുന്നത്. ഒന്നാലോചിച്ച് നോക്കി, നമുക്ക് ആർക്കെങ്കിലും 83 വർഷം ആയുസ് ഉണ്ടാകുമെന്ന് ഉറപ്പിക്കാൻ പറ്റുമോ? ഇനി 83 വർഷം ഒരാൾക്ക് ആയുസ് കിട്ടിയാൽ തന്നെ ആ 83 വർഷം മുഴുവനായിട്ട് ഒരാൾ ഇബാദത്ത് ചെയ്യുന്നുണ്ടോ? ഇല്ല. അതിലെ ചെറുപ്പ കാലഘട്ടങ്ങൾ പോകുന്നുണ്ട്. ഇനി വലുതായാൽ തന്നെ അതിൽ എത്രയോ കാര്യങ്ങൾ നമ്മൾ ഇബാദത്തുകൾ അല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നുണ്ട്. അങ്ങനെ അതിൽ നിന്നെല്ലാം മാറ്റി നുറുക്കി എടുത്തു കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ കാലം മാത്രമാണ് ഇബാദത്തിന് വേണ്ടി മാറ്റിവെച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഈ ഒരു ഒറ്റ രാത്രി കൊണ്ട് നമുക്ക് അൽഹംദുലില്ലാ 83 വർഷവും 4 മാസത്തോളം ഇബാദത്ത് ചെയ്തതിൻ്റെ പ്രതിഫലം അള്ളാഹു നമുക്ക് ഓഫറായിട്ട് നൽകുകയാണ്. ഒരു കടയിൽ ഒരു ഓഫർ കണ്ടു കഴിഞ്ഞാൽ ഓടാത്ത ആരാ ഉള്ള ഈ ലോകത്ത്? ഈ അടുത്ത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ധാരാളം ഓഫറുകൾ, ഗിവ് അവേകളൊക്കെ കാണുകയാണ് അല്ലേ? 1 രൂപക്ക് ഷൂസ് കൊടുക്കുന്നു. കട ഫുള്ള്. എപ്പോഴാണോ ടൈം പറഞ്ഞിട്ടുള്ള ആ ടൈമിന് മുന്നേ പരിസരം മൊത്തം നിറയുകയാണ്. ഇങ്ങനെ ഓഫറുകൾ എവിടെ കാണുന്നോ അവിടെ നമ്മളുണ്ട്. എന്നാൽ നമ്മുടെ റബ്ബ് നമുക്ക് അതിനേക്കാൾ വലിയ ഓഫർ വാഗ്ദാനം ചെയ്തിട്ട് അത് കേൾക്കാൻ, അതനുസരിക്കാൻ, അത് കരസ്ഥമാക്കാൻ നമുക്കാർക്കും പറ്റുന്നില്ല. അവിടെയാണ് ഷെയ്ത്താൻ്റെ വിജയം, അവിടെയാണ് ഇബ്ലീസിൻ്റെ വിജയം. നമ്മളാരും അവന് വിജയം കൊടുക്കാൻ അവസരം ഒരിക്കലും നമ്മൾ കൊടുക്കരുത്. ശപഥമെടുക്കണം, തീരുമാനം ഉറച്ചതായിരിക്കണം. അതുകൊണ്ട് വളരെ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട 27-ാം രാവാണ്. 27-ാം രാവ് എന്ന് പറയുമ്പോൾ ഈ ദിവസത്തിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതാണ് ഇൻഷാ അല്ലാഹ് ഇനി പറയാൻ വേണ്ടി പോകുന്നത്. പരിശുദ്ധമായ ഖുർആൻ അവതീർണമായ മാസമാണിത്. പരിശുദ്ധമായ ഖുർആൻ അവതീർണമായത് ആ മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ലൈലത്തുൽ ഖദർ. അതായത് ലൈലത്തുൽ ഖദർ അത് 27-ാം രാവിലാണ് എന്നുള്ളതാണ് അധിക പണ്ഡിതന്മാരുടെയും അഭിപ്രായം. അപ്പോൾ എന്താണ് ഈ ലൈലത്തുൽ ഖദറിൽ നമുക്ക് ഇബാദത്ത് ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹു നമുക്ക് നൽകുന്നത്? നേരത്തെ പറഞ്ഞതുപോലെ ഏകദേശം 83 വർഷത്തോളം, 83 വർഷം കറക്റ്റ് അല്ല കേട്ടോ, 83 വർഷത്തോളം എന്ന് പറയുമ്പോൾ 83 വർഷത്തേക്കാൾ കൂടുതൽ ഇബാദത്ത് ചെയ്ത പ്രതിഫലമാണ് ഈ ഒരൊറ്റ രാത്രിയിലൂടെ നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ പാപമോചനം ആരെങ്കിലും ആഗ്രഹത്തോടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിലും കാണാം, മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരെങ്കിലും പ്രതിഫലം ആഗ്രഹിച്ച് ഈമാനോടെ വിശ്വാസത്തോടു കൂടി ലൈലത്തുൽ ഖദറിൻ്റെ രാത്രിയിൽ എഴുന്നേറ്റ് നിന്ന് ഇബാദത്ത് ചെയ്താൽ, നമസ്കരിച്ചാൽ, മറ്റ് ഇബാദത്തുകൾ ചെയ്താൽ, തഖദ്ദമ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ഒരു മിനിറ്റ്. ഒരു മിനിറ്റ് കേട്ടോ, ഇപ്പോൾ വരെ.
അപ്പോൾ നമ്മളെന്താ പറഞ്ഞത്? ആരെങ്കിലും പ്രതിഫലം ആഗ്രഹിച്ച് ഈമാനോടെ ലൈലത്തുൽ ഖദറിൻ്റെ രാവിൽ എഴുന്നേറ്റ് നിന്ന് ഇബാദത്ത് ചെയ്താൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവൻ്റെ കഴിഞ്ഞ പാപങ്ങളെല്ലാം അള്ളാഹു പുറത്തു നൽകും. എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി പറയാൻ വേണ്ടി പോകുന്നത് ഇന്നത്തെ രാത്രി നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ആരും അശ്രദ്ധരാകരുത്. പ്രത്യേകം ശ്രദ്ധിക്കാം. നമുക്ക് ഇതൊക്കെ നെവർ മൈൻഡിൽ എടുക്കാം. കാരണം നഷ്ടം ഓരോരുത്തർക്കുള്ളതാണ്. ഞാൻ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ എനിക്കാണ് അതിൻ്റെ നഷ്ടം. ഞാനാണ് അത് അനുഭവിക്കേണ്ടത്. അവസരം മുതലെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രയോജനവും അത് എനിക്ക് തന്നെയാണ്. അതുകൊണ്ട് പാപമോചനം തേടാനുള്ള ഏറ്റവും വലിയൊരു അവസരമായിട്ടാണ് ഈ ഒരു രാത്രി നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ദിവസത്തിൽ ചെയ്യേണ്ടത്? പ്രധാനമായിട്ടും സുന്നത്ത് നമസ്കാരങ്ങൾ. ഏ രാത്രിയിൽ കൂടുതൽ ധാരാളം സുന്നത്ത് നമസ്കാരങ്ങൾ. വെറുതെ ഇങ്ങനെ എന്ത് ചെയ്യുന്നു, കൈകെട്ടുന്നു, റുക്കോയിലേക്ക് പോകുന്നു, സുജൂദിലേക്ക് പോകുന്നു. പിന്നെ ഇങ്ങനെ റക്കാത്തിൻ്റെ എണ്ണം കൂട്ടലല്ല ഉദ്ദേശം. ധാരാളമായി സുന്നത്ത് നമസ്കരിക്കണം, പക്ഷെ ദൈർഘ്യമുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് നമസ്കാരങ്ങളൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏ രാത്രി മുഴുവനായിട്ട് തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിന്ന് നമസ്കരിക്കുമായിരുന്നു. അങ്ങനെ നിസ്കരിച്ചതിൻ്റെ പേരിൽ തങ്ങളുടെ കാലിൽ നീര് കെട്ടുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. സഹാബാക്കൾ ചോദിച്ചിട്ടുണ്ട് പല അവസരങ്ങളിലായിട്ട്, തങ്ങളെ തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല, തങ്ങൾ അല്ലാഹുവിൻ്റെ അടുത്ത പ്രവാചകനാണ്, അഷ്റഫുൽ മഖ്ലൂഖാണ്. താങ്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം ഉറപ്പാണ്, വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ്. ഇത്രയും പിന്നെ കഷ്ടപ്പെടേണ്ട ആവശ്യമുണ്ടോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചപ്പോൾ തങ്ങൾ പറഞ്ഞ മറുപടി എന്താ? അഫല അക്കൂന അബ്ദൻ ഷക്കൂറ, ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടേ എന്ന്. ആരാ പറയുന്നത് നമ്മൾ ആലോചിക്കണം, അല്ലേ? മുൻപിൻ പാപങ്ങളില്ലാത്ത നമ്മുടെ നേതാവായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി. അപ്പോൾ നമ്മളൊക്കെ എത്രമാത്രം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ധാരാളമായി സുന്നത്ത് നമസ്കാരങ്ങൾ, തറാവീഹ് നമസ്കാരം, വിത്ർ, തഹജ്ജുദ് നമസ്കാരങ്ങൾ പോലുള്ള കാര്യങ്ങളിലായിട്ട് നമ്മൾ ഈ ഒരു രാത്രി ചെലവഴിക്കണം. അതുപോലെ തന്നെ പരിശുദ്ധമായ ഖുർആൻ പാരായണം എന്ന് പറയുമ്പോൾ പല ആളുകളും ഖത്തം തീർക്കുന്നത്, ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല, നമ്മുടെ അവസ്ഥകൾ മനസ്സിലാക്കി തരികയാണ്. നമ്മൾ പലരും ഖുർആൻ ഓതുന്നത് എങ്ങനെയാണ്? ഒരു ഖത്തം തീർക്കുന്നവരുണ്ട്, രണ്ട് ഖത്തം തീർക്കുന്നവരുണ്ട്, മൂന്ന്, നാല്. അൽഹംദുലില്ലാ, വളരെ വളരെ പുണ്യകരമായ പ്രതിഫലത്തിന് അർഹമായ കാര്യങ്ങളാണിതൊക്കെ. പക്ഷേ നമ്മൾ ഒന്ന് തീർത്തു, രണ്ട് തീർത്തു, മൂന്ന് തീർത്തെന്ന് നാലാളോട് പറയലല്ല, അതായിരിക്കരുത് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അങ്ങനെ കൂടുതലായിട്ട് എണ്ണം തീർക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഖുർആൻ എടുത്തു, ഇങ്ങനെ മിണ്ടാതൊരു ഓത്തുണ്ട്, മനസ്സിൻ്റെ ഉള്ളിലൊരു ഓത്ത്. കൂലി കിട്ടുന്നതാണ്, പക്ഷേ അത് വേണ്ട രൂപത്തിലുള്ള ഓ ഖുർആൻ ഷരീഫിൻ്റെ പാരായണം എന്ന് പറയുന്നത് നമ്മുടെ ശബ്ദത്തിലൂടെ, നമ്മുടെ നാവിലൂടെയാണ്. നമ്മുടെ ശബ്ദത്തിലൂടെ, നാവിലൂടെ അത് പുറത്തേക്ക് വരണം. ഖുർആൻ ഇങ്ങനെ എടുത്തു വെച്ചിട്ട് ഓരോ പേജ് ഇങ്ങനെ ചിലപ്പോൾ ഒറ്റ ശ്വാസത്തിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പേജൊക്കെ സിമ്പിളായിട്ട് ഊതി വിടാനൊക്കെ പറ്റും മനസ്സിൽ. അങ്ങനെയല്ല ഓത്ത് എന്ന് പറയുന്നത്, പാരായണം എന്ന് പറയുന്നത് നമ്മുടെ നാവിലൂടെ, നമ്മുടെ ശബ്ദത്തിലൂടെ ഖുർആനിൻ്റെ വചനങ്ങൾ പുറത്തേക്ക് വരണം. ഇങ്ങനെ പരിശുദ്ധമായ ഖുർആൻ ഇന്നത്തെ രാത്രി നമ്മൾ ധാരാളമായി, കാരണം ഖുർആൻ ഇറങ്ങിയ മാസമാണിത്. ഖുർആനിന് ഏറ്റവും കൂടുതൽ ബന്ധമുള്ളൊരു മാസമാണിത്. അതും ലൈലത്തുൽ ഖദറിൻ്റെ രാവും കൂടിയാണ്. ഇന്ന് നമ്മൾ ചെയ്യുന്ന ഓരോ ഇബാദത്തുകൾക്കും വലിയ പ്രതിഫലമാണ് അള്ളാഹു നൽകുന്നത്. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ കൂടുതലായിട്ട് നമ്മൾ ഓതുകയും, വെറുതെ ഓതാതെ ഓതുന്ന ഓരോ ആയത്തുകളിലുള്ള അർത്ഥങ്ങളും ആശയങ്ങളും കൂടി നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു എന്തെല്ലാം കാര്യങ്ങളാണ് പരിശുദ്ധമായ ഖുർആനിൽ നമ്മളോട് പറയുന്നത്. ആ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഖുർആൻ ഷരീഫ് പാരായണത്തിൻ്റെ സമയത്ത് ശരിക്ക് ചിന്തിച്ച് ആലോചിച്ച് ഒരാൾ പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് പാരായണം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ അത്രയും രസമുള്ള വേറെ ഈ ലോകത്തൊന്നും തന്നെ ഇല്ല. പരിശുദ്ധമായ ഖുർആൻ, ഒരു പാട്ട് പോലും ഒരു മനുഷ്യനെ പെട്ടെന്ന് പിടിച്ചു കുലുക്കാൻ പറ്റും. പക്ഷെ ആ പാട്ട് കുറേ നേരം കേട്ട് കഴിഞ്ഞാൽ ബോറടിക്കും. പക്ഷെ പരിശുദ്ധമായ ഖുർആൻ അങ്ങനെയല്ല. ഓരോ പ്രാവശ്യം ഓതുമ്പോഴും അതിൻ്റെ രസം കൂടിക്കൊണ്ടേയിരിക്കും. എപ്പോഴാണ് ഈ രസം കിട്ടുന്നത്? അതിൻ്റെ അർത്ഥങ്ങളും ആശയങ്ങളും നമ്മൾ ചിന്തിക്കുമ്പോഴാണ്. അതുപോലെ തന്നെ നമ്മൾ പിന്നെ ശ്രദ്ധിക്കേണ്ടത് ദിക്ർ സ്വലാത്തുകൾ.
അധികരിപ്പിക്കുക, ധാരാളമായി ദിക്ർ ചൊല്ലുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് അധികരിപ്പിക്കുക, സുബ്ഹാനല്ലാഹി വബിഹംദിഹി പോലുള്ള ദിക്റുകൾ അധികരിപ്പിക്കുക, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വ അലാ ആലി മുഹമ്മദ് പോലുള്ള സ്വലാത്തുകൾ, ഏതൊക്കെയാണോ നമുക്കറിയാവുന്ന ദിക്റുകൾ, സ്വലാത്തുകൾ, അത് നമ്മൾ ധാരാളമായി ധാരാളമായി ചൊല്ലിക്കൊണ്ടേയിരിക്കുക. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ദുആ എന്ന് പറയുന്നത്, അല്ലേ? ഏ ദുആ എന്ന് ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഇല്ലാത്ത ആരാണ് ഈ ലോകത്തുള്ളത്? എനിക്ക് തന്നെ ധാരാളം ആഗ്രഹങ്ങളും ആവശ്യങ്ങളുണ്ട്. പക്ഷേ അതെല്ലാവരോടും പറയാൻ പറ്റും? ഇല്ല. എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ കേൾക്കുന്ന ആളുകൾ പല രീതിയിലാണ് അതിനെ മനസ്സിലാക്കുക. അതല്ല എങ്കിൽ ഞാൻ എൻ്റെ ആഗ്രഹങ്ങൾ ഒരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്കത് നിറവേറ്റി തരാൻ പറ്റുമോ? ഒരിക്കലുമില്ല. പക്ഷേ അള്ളാഹു ആഗ്രഹിക്കുന്നത് ഓരോ അടിമകളും അവൻ്റെ ആഗ്രഹം എന്നോട് പറയണം. മനസ്സിലാവുന്നുണ്ടോ? അതായത് മനുഷ്യനൊരിക്കലും ആഗ്രഹിക്കുന്നില്ല എല്ലാവരും വന്നിട്ട് അവരവരുടെ മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ എൻ്റെ അടുത്ത് ഒന്ന് പറയണം. അത് കൂടുതലൊന്നും കേട്ടിരിക്കാനൊന്നും കഴിയില്ല. ഇനി കേട്ടാൽ തന്നെ അത് പരിഹരിച്ചു കൊടുക്കാനൊന്നും കഴിയില്ല. കാരണം മനുഷ്യനത് സാധ്യമല്ല. പക്ഷേ അള്ളാഹു ആഗ്രഹിക്കണം എൻ്റെ അടിമ എൻ്റെ അടുക്കൽ വന്നുകൊണ്ട് എന്ത് ചെയ്യണം? അവൻ്റെ പ്രയാസങ്ങൾ, അവൻ്റെ വിഷമങ്ങൾ, അവൻ്റെ സന്തോഷങ്ങൾ പറയണം. ഞാനത് അവർക്ക് എന്ത് ചെയ്യും? അതായത് നമ്മൾ ദുആ ചെയ്യുന്ന സമയത്ത് ദുആ ചെയ്യുന്നു, ദുആ അവസാനിക്കുന്നതോടുകൂടി ആ സാധനം ഇങ്ങട് കിട്ടുന്നു. അങ്ങനെ ഒരിക്കലും നമ്മൾ ദുആക്ക് ഇജാബത്ത് കിട്ടും എന്നുള്ള പ്രതീക്ഷയോട് കൂടി തന്നെ ദുആ ചെയ്യണം. പക്ഷേ അള്ളാഹു അത് സ്വീകരിക്കുന്നുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ, അതല്ലെങ്കിൽ ആഖിറത്തിൽ അതിൻ്റെ പ്രതിഫലം തീർച്ചയായിട്ടും നമ്മൾ കണ്ടിരിക്കും. ഒരു സ്വർഗവാസി സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ആ ദുആ ചെയ്തതിൻ്റെ പ്രതിഫലം അവൻ കാണുമ്പോൾ ഒരു മുഅ്മിനായ മനുഷ്യൻ സ്വർഗവാസി ആഗ്രഹിച്ചു പോകും, അള്ളാഹുവേ ദുനിയാവിൽ വെച്ച് എൻ്റെ ഒരു ദുആയും സ്വീകരിക്കാതിരുന്നിരുന്നെങ്കിൽ എത്ര നന്നായി. അതായത് ദുനിയാവിൽ എനിക്ക് അതിൻ്റെ പ്രതിഫലം നീ നൽകിയല്ലോ, ആ പ്രതിഫലം അവിടെ വെച്ച് നിന്നിരുന്നെങ്കിൽ എത്ര നന്നായി. അതായത് സ്വർഗത്തിൽ വെച്ച് കിട്ടുക എന്ന് പറയുന്നത് അത്രയും വളരെ വലുതാണ്. അപ്പോൾ നമ്മൾ ദുആ ചെയ്യുന്ന സമയത്ത് അതിനെന്തെങ്കിലും ഇജാബത്ത് കിട്ടുന്നതായിട്ട് കാണുന്നില്ല എങ്കിൽ നമ്മൾ ഒരിക്കലും നിരാശപ്പെടുകയേ ചെയ്യരുത്. ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ. നിങ്ങൾ ആരും എന്ത് ചെയ്യരുത്? അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്നും ആ നിരാശരാകരുത്. ലാ തയഅസു മിർ റൗഹില്ല. അള്ളാഹു പരിശുദ്ധമായ ഖുറാനിൽ പല വ്യത്യസ്തമായ വാക്കുകളിലൂടെ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ നിന്നും നിരാശരായി പോകരുത് എന്ന് എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. അതിലേറ്റവും കൂടുതലായിട്ട് ഈ ഒരു രാത്രി നമുക്ക് പറയാൻ പറ്റുന്നൊരു ദുആയാണ് അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ, അല്ലാഹുവ ഇന്നക അഫുവുൻ, തീർച്ചയായും നീ പാപങ്ങൾ പൊറുക്കുന്നവനാണ്. തുഹിബ്ബുൽ അഫ്വ, നീ പാപങ്ങൾ പൊറുക്കുന്നതിന് ഇഷ്ടപ്പെടുന്നവനാണ്. ഫഅഫു അന്നി, നീ എനിക്ക് പുറത്തു തരണമേ എന്ന് ആ ഒരു ദുആ എല്ലാവർക്കും അറിയാലോ. അതുകൊണ്ട് അതെന്ത് ചെയ്യണം? നമ്മൾ കൂടുതലായിട്ട് ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നമ്മൾ ഇബാദത്ത് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അതായത് ചില അബദ്ധങ്ങളാണ്. അത് നമ്മൾ എന്താണ് എല്ലാവരും ശ്രദ്ധിക്കണം. എന്താണ്? ഒന്നാമതായിട്ട് മനസ്സിലാക്കണം, പല ആളുകളും എന്താണ് പിന്നെ ഉറക്കമൊഴിക്കലാണ്. 27-ാം രാവ് ഇങ്ങനെ ഉറക്കമൊഴിച്ച് ഇങ്ങനെ പള്ളിയിൽ വന്നിരിക്കുക, അതാണ് ഇബാദത്ത് അല്ല. ഉറക്കമൊഴിക്കുന്നതിനല്ല ഇബാദത്ത് എന്ന് പറയുന്നത്. ഏ ആരാധനകളിൽ മുഴുകാതെ വെറുതെ കഥ പറഞ്ഞിരിക്കലോ, അതല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ ഇങ്ങനെ തോണ്ടിയിരിക്കലോ, അതല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ ഇതല്ല. സ്വയം നമ്മൾ ഓരോ നല്ല ഇബാദത്തുകൾ, പരിശുദ്ധമായ ഖുർആനോത്ത്, നേരത്തെ പറഞ്ഞ കാര്യങ്ങളിലായിട്ട്, നമസ്കാരങ്ങളിലായിട്ട്, ദിക്ർ ദുആക്കളിലായിട്ട് നമ്മുടെ സമയങ്ങൾ ചെലവഴിക്കലാണ് ഈ ഒരു രാത്രി ചെയ്യേണ്ടത്. അതല്ലാതെ വെറുതെ ഇങ്ങനെ ഉറക്കമൊഴിച്ചിരിക്കലല്ല. ഏ കാരണം നമ്മളൊക്കെ ഞാനടക്കം മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നമ്മുടെ കൈയൊക്കെ ഇങ്ങനെ തരിച്ചിരിക്കുകയാണ്. മൊബൈൽ ഫോൺ ഇല്ലാതെ ഒരു സെക്കൻഡ് സമയം നമുക്ക് ആർക്കും ഒരു ടൈമും സ്പെൻഡ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഒരു സമയം ഒഴിച്ചും മാറ്റാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ഫോണൊക്കെ തൽക്കാലത്തേക്ക് സ്വിച്ച് ഓഫ് ആക്കി വെക്കുക. ഇന്നത്തെ ഒരു രാത്രി നമ്മളെല്ലാവരും ഫോണൊക്കെ ഒന്ന് സ്വിച്ച് ഓഫ് ആക്കി വെക്കുക. ഇനി സ്വിച്ച് ഓഫ് ആക്കി വെക്കേണ്ട, ആവശ്യത്തിന് ആരെങ്കിലും വിളിച്ചാലോ. അതുകൊണ്ട് ഫോൺ മാറ്റി വെക്കുക, നമ്മുടെ അടുത്ത് വെക്കണ്ട. ഇനി വെച്ചാൽ തന്നെ അത് അത്യാവശ്യത്തിന് മാത്രമായിട്ട് എന്ത് ചെയ്യുക? ഉപയോഗിക്കുക. അതുപോലെ അപ്പോൾ ഉറക്കമൊഴിക്കലല്ല ഇതിൻ്റെ ഉദ്ദേശം, മനസ്സിലാവുന്നുണ്ടോ? രണ്ടാമതായിട്ട് മറ്റുള്ളവരെ നമ്മൾ എന്ത് ചെയ്യരുത്? ബുദ്ധിമുട്ടിക്കരുത്. ഇതൊക്കെ സംഭവിക്കുന്നതാണ്. പല ആളുകളും പള്ളിയിലേക്ക് വന്നിട്ട്, അതല്ല സ്ത്രീകളാണെങ്കിൽ വീട്ടിൽ ഇബാദത്ത് ചെയ്യാനൊരു ഏരിയ കണ്ട് റൂമിൽ വളരെ ശാന്തമായിരിക്കുക. അതുപോലെ പുരുഷന്മാർ പള്ളിയിലേക്ക് വരുമ്പോൾ പള്ളിയിൽ നമ്മളെപ്പോലെ ഇബാദത്ത് ചെയ്യാൻ ആഗ്രഹിച്ചു വരുന്ന മുഖ്ലിസീങ്ങളായിട്ടുള്ള ധാരാളം മുഅ്മിനീങ്ങൾ അവിടെ ഉണ്ടാകും. മനസ്സിലാവുന്നുണ്ടോ? അവർക്ക് ആർക്കും പ്രയാസമുണ്ടാക്കുന്ന രൂപത്തിൽ പള്ളിയിൽ പിന്നെ ഒച്ചത്തിൽ, പള്ളിയിലാണെങ്കിലും വീട്ടിലാണെങ്കിലും നമ്മൾ ചെയ്യുന്നില്ല, ബാക്കിയുള്ളവർക്ക് ചെയ്യാൻ ഒരു തടസ്സം നമ്മൾ ഒരിക്കലും ആകരുത്.
വീട്ടിൽ വെച്ച പാടും ബഹളവും ഉമ്മയുടെ ഇബാദത്തിലാണ്. ഉമ്മാക്ക് പ്രയാസം ഉണ്ടാക്കുന്ന രൂപത്തിൽ നമ്മൾ ഒരു കാരണവശാലും, അതുപോലെ തന്നെ പള്ളിയിൽ ബാക്കിയുള്ളവർക്ക് പ്രയാസം ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള സംസാരം, ഒച്ചത്തിൽ സംസാരിക്കുക, കളി ചിരി തമാശ, ഇതൊന്നും നമ്മൾ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. അതുപോലെ പ്രധാനമായിട്ട് നമ്മൾ ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ് റിയ, ലോകമാന്യത, ബാഹ്യ പ്രകടനം. അതായത് ബാക്കിയുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഖ്ലാസ് പോലെ ഇങ്ങനെ പ്രകടിപ്പിക്കുക, കുറേ നേരം ഇങ്ങനെ നമസ്കരിക്കുന്ന പോലെ. അതായത് ആ ബാക്കിയുള്ളവർ വിചാരിക്കും, ഓ ഭയങ്കര നിസ്കാരം കേട്ടോ, ഭയങ്കര ദുആ, അവന് 27 മാഷാഅല്ലാ ഷുഹൈബ് തകർത്തു, ഇങ്ങനെ നാലാൾ പറയണം. നോ, ഇതായിരിക്കരുത് നമ്മുടെ ലക്ഷ്യം. പിന്നെന്തായിരിക്കണം? അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം, ഇഖ്ലാസ് മാത്രമായിരിക്കണം. നിഷ്കളങ്കമായി ഞാൻ ചെയ്യുന്ന ഓരോ അമലുകളും ഒരാളെയും കാണിക്കാനല്ല, എൻ്റെ റബ്ബിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്ന മുഴുവൻ. കാരണം മറ്റുള്ള സൃഷ്ടികൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ അള്ളാഹു നാളെ ഖിയാമത്ത് നീ ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാണോ ചെയ്യുന്നത് അവരോട് പോയി വാങ്ങിച്ചോളി, എൻ്റെ അടുത്തില്ല. മനസ്സിലായി? അള്ളാഹുവിന് വേണ്ടി മാത്രമായിട്ടത് മാറുമ്പോഴാണ് റിയ എന്ന് പറയുന്നത് ചെറിയ ഷിർക്കാണ്. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഇബാദത്ത് ചെയ്യൽ ഷിർക്കിൻ്റെ ചെറിയ ഷിർക്കാണത്. അതുകൊണ്ട് അത് വളരെ ഗൗരവമുള്ളതാണ്, അപകടകരമായ കാര്യമാണ്. അതുകൊണ്ട് ബാക്കിയുള്ളവരെ കാണിക്കാനുള്ള ബാഹ്യമായ പ്രകടനം അത് നമ്മൾ പാടേ എന്ത് ചെയ്യണം? ഒഴിവാക്കണത്. പിന്നെ ഇനി പറയാൻ വേണ്ടി പോകുന്ന കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. 27-ാം രാവ് കഴിഞ്ഞ മറ്റുള്ള രാത്രികൾ ഒരിക്കലും അവഗണിക്കരുത്. കാരണം നമ്മളിൽ നിന്നും, ഞാനടക്കമുള്ളവരിൽ നിന്നും ഉണ്ടാകുന്നൊരു യാഥാർത്ഥ്യമാണത്. 27 രാവ് കഴിയുമ്പോൾ റമദാൻ കഴിഞ്ഞു, പള്ളികൾ കാലിയാണ്, ഫർള് നമസ്കാരങ്ങൾക്ക് പോലും കാലിയാണ്. മനസ്സിലാവുന്നുണ്ടോ? 27 രാം കഴിവ് തറാവീഹ് നമസ്കാരത്തിന് പള്ളിയിൽ ആളില്ല. അതുപോലെ മറ്റു ഫർള് നമസ്കാരങ്ങൾക്ക് ആളില്ല, ഇബാദത്തുകൾക്ക് ആളില്ല, ഖുർആൻ ഷരീഫ് പള്ളി കാലിയാണ്. എല്ലാവരും എവിടെയാണ് ഇപ്പോൾ? എല്ലാവരും ഷോപ്പിങ്ങിലാണ്. ഒരു കാര്യം ഷോപ്പിംഗ് ചെയ്യേണ്ടെന്നല്ല, പക്ഷേ കഴിഞ്ഞു എന്ന് വിചാരിച്ച് 27-ാം രാവോട് കൂടി റമദാൻ കഴിഞ്ഞു. ഒരിക്കലും അങ്ങനെ, അത് എന്താണ്? റമദാനിനെ അവഗണിക്കലാണ്. മനസ്സിലാവുന്നുണ്ടോ? മറ്റുള്ള ശേഷിക്കുന്ന ദിവസങ്ങളെ അവഗണിക്കലാണ്. ഒരിക്കലും നമ്മുടെ ഭാഗത്തു നിന്നും, ഒരാളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ലാത്തൊരു കാര്യമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ നമുക്ക് കാണാം, തഹറൗ ലൈലത്തുൽ ഖദ്രി ഫിൽ വിത്രി മിനൽ അശ്രിൽ അവാഖിരി മിൻ റമദാൻ. റമദാനിൻ്റെ അവസാനത്തെ 10 ഒറ്റ രാവുകളിൽ നിങ്ങൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുക, അന്വേഷിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഈ 27-ാം രാവിനു ശേഷവും ലൈലത്തുൽ ഖദർ ഉണ്ടാകാം. അതുകൊണ്ട് 27-ാം രാവാണെന്ന് ഉറപ്പിക്കരുത്. പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മളെല്ലാവരും പ്രതീക്ഷിക്കേണ്ട ഒരു ദിവസമാണ് ഇന്നത്തെ ഒരു ദിവസം. അതെല്ലാവരും എന്ത് ചെയ്യുക? മനസ്സിൻ്റെ ഉള്ളിൽ വെക്കുക. ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയൊരു നിഅമത്താണ് ലൈലത്തുൽ ഖദർ. ഒരു സമ്മാനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികളായ നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹു നൽകിയിരിക്കുന്ന സമ്മാനമാണ് ലൈലത്തുൽ ഖദർ. അള്ളാഹുവിലേക്ക് കൂടുതലായിട്ട് അടുക്കുക. അതുപോലെ തന്നെ ലോകത്തുള്ള മുഴുവൻ മാനവരാശിക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യുക, പ്രത്യേകിച്ച് കഷ്ടത അനുഭവിക്കുന്ന, അല്ലേ? കൂടുതൽ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. എത്രമാത്രം പ്രയാസങ്ങളാണ് മുസ്ലിം ഉമ്മത്ത് ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ശത്രുക്കളായ ആളുകൾ ദിവസവും, നമ്മൾ മനസ്സിലാക്കുക, ശത്രുക്കൾ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുതയുണ്ടെങ്കിലും മുസ്ലിമിനെതിരെയാണ് ഒരാൾ നിൽക്കുന്നതെങ്കിൽ അവർ പരസ്പരം എല്ലാവരും, പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു പറഞ്ഞതാണ്, മുസ്ലിമിനെതിരെ ആണ് എന്ത് ചെയ്യുന്നത്, ഒരുമിച്ച് കൂടുന്നത്, അക്രമം പോകുന്നതെങ്കിൽ അവരെല്ലാവരും ഒറ്റക്കെട്ടായിരിക്കും. മനസ്സിലാവുന്നുണ്ട്? ശത്രുക്കൾ അവർ പരസ്പരം, ജൂതനാണെങ്കിലും ക്രിസ്ത്യാനിയാണെങ്കിലും അവരൊക്കെ ഹൈന്ദവരാണെങ്കിലും അവർ പരസ്പരം അവരുടേതായ മതവിശ്വാസത്തിൽ പരസ്പരം എന്താണ്, വൈരുദ്ധ്യമുള്ളവരാണ്. അതിൻ്റേതായിട്ടുള്ള ദേഷ്യവും വൈരാഗ്യവും അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കെ മുസ്ലിമിനെതിരെ ആരെങ്കിലും ഓങ്ങിയാൽ ഇവരെല്ലാവരും ഒറ്റക്കെട്ടാവും. മനസ്സിലാവുന്നുണ്ടോ? അപ്പം അതുകൊണ്ട് അങ്ങനെ ധാരാളം പല സ്ഥലങ്ങളിൽ, ഫലസ്തീൻ പോലുള്ള രാജ്യങ്ങളിൽ, അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? വളരെയധികം പ്രയാസങ്ങൾ, പ്രത്യേകിച്ച് നമ്മളുടെ മക്കൾ, നമ്മുടെ ഭാര്യ, അങ്ങനെ നമ്മുടെ ഭർത്താവ്, അത് നമ്മുടെ ബന്ധുമിത്രാദികൾ, പല ആളുകളും അവിടെയാണ്. അവിടെ യുദ്ധത്തിൻ്റെ പല അവസ്ഥകളും എന്ത് ചെയ്യുന്നുണ്ട്? നേരിടുന്നുണ്ട്. അവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു രാത്രി നിഷ്കളങ്കമായി അള്ളാഹുവിൻ്റെ മുന്നിൽ ദുആ ചെയ്ത് ആ പ്രയാസങ്ങളൊക്കെ നീങ്ങിപ്പോകാൻ. കാരണം നമ്മളിൽ ആരുടെ ദുആയാണ് സ്വീകരിക്കുന്നത് എന്ന് നമുക്ക് ആർക്കും ഉറപ്പിച്ച് പറയാൻ കഴിയില്ല.
നിഷ്കളങ്കമായി ആരോടെങ്കിലും എന്തെങ്കിലും പിന്നെ പിണക്കമോ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊക്കെ മനസ്സിനുള്ളിൽ വെച്ചിട്ട് ഇബാദത്ത് ചെയ്യാതെ അത് സ്വീകരിക്കില്ല. കുടുംബബന്ധം മുറിച്ച്, അത് മാതാപിതാക്കളോടാകട്ടെ മറ്റു ബന്ധുമിത്രാദികളോടാകട്ടെ ആരോടെങ്കിലും ബന്ധം മുറിച്ച് വിച്ഛേദിച്ചിട്ടാണ് നമ്മൾ ഈ പരിപാടി ചെയ്യാൻ വേണ്ടി പോകുന്നതെങ്കിൽ അതിനേക്കാൾ നല്ല പോയി കിടന്നുറങ്ങുന്ന. മനസ്സിലായോ? ആദ്യം ആരോടെങ്കിലും ബാധ്യതയുണ്ട് എങ്കിൽ അവരോട് നേരിട്ടോ അതല്ല ഏതെങ്കിലും രൂപത്തിൽ അവരോട് മാപ്പ് ചോദിച്ച് അവരുടെ മാപ്പ് സ്വീകരിച്ചതിന് ശേഷം ഈ ഒരു അമലുകൾ ചെയ്താൽ അതിന് സ്വീകാര്യതയുണ്ടാകും. കാരണം ബന്ധം മുറിച്ചുകൊണ്ടുള്ള ഇബാദത്ത് അള്ളാഹുവിന് ആവശ്യമില്ല. അതുകൊണ്ട് നമ്മളെല്ലാവരും പ്രത്യേകം ഈ ഒരു രാത്രിയെ, ലൈലത്തുൽ ഖദർ ഏറ്റവും കൂടുതലായിട്ട് പ്രതീക്ഷിക്കേണ്ട 27-ാം രാവാണ്. തറാവീഹ് നമസ്കാരങ്ങൾ, ബാക്കിയുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ, തഹജ്ജുദ് നമസ്കാരങ്ങൾ, കൂടുതലായി പരിശുദ്ധമായ ഖുർആൻ ഷരീഫ് പാരായണം, അർത്ഥങ്ങൾ ചിന്തിച്ചുകൊണ്ട് ദിക്ർ, ദുആ പോലുള്ള കാര്യങ്ങളിലൊക്കെ ആയിട്ട്. അതുപോലെ ഇതൊന്നും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടല്ല, നമുക്ക് വേണ്ടിയിട്ടാണ്, ആരെയും കാണിക്കാൻ വേണ്ടിയിട്ടല്ല. ഇന്നലെ രാത്രി എന്ത് ചെയ്തു? ഒരു സഹാബിയുടെ സംഭവം പറയുന്നുണ്ടല്ലോ. അദ്ദേഹം രാത്രി ഒരു സഹാബിനെ കാണുന്നില്ല, സുബഹി നമസ്കാരത്തിന് കാണുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ അന്വേഷിച്ചു, അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ചെന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മാതാവ് വീട്ടിന് പുറത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, ഇന്നലെ രാത്രി മുഴുവനായിട്ട് നിന്ന് നമസ്കരിച്ച് ഇബാദത്ത് ചെയ്തതിൻ്റെ ക്ഷീണത്താൽ അദ്ദേഹം ഉറങ്ങിപ്പോയി, സുബഹിക്ക് എഴുന്നേൽക്കാൻ പറ്റിയില്ല. തങ്ങൾ പറഞ്ഞു, ആ രാത്രി മുഴുവൻ ഇബാദത്ത് ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്ത്? സുബഹി നമസ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ രാത്രി മുഴുവൻ 27-ാവിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഇബാദത്തൊക്കെ ചെയ്തിട്ട് പിന്നെ പോയി കിടന്നുറങ്ങരുത്. ഫർളിൻ്റെ സ്ഥാനം അത് വേറെ തന്നെയാണ്. അപ്പം അതുകൊണ്ട് എല്ലാം ഒരെണ്ണം ശരിയാക്കുമ്പോൾ ഒരെണ്ണം തകർന്നു പോകരുത്. ഇവിടെ ശരിയാകുമ്പോൾ അവിടെ താഴ്ന്നു, അവിടെ പോകുമ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയാകരുത്. എല്ലാ കാര്യങ്ങളും വളരെ പെർഫെക്ഷനിലായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു രാത്രിയെ വേണ്ട രൂപത്തിൽ എനിക്കും നിങ്ങൾക്കും ഉപയോഗപ്പെടുത്തി ആ ലൈലത്തുൽ ഖദർ കരസ്ഥമാക്കുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരിൽ നമ്മളെല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തുള്ള മുഴുവൻ കഷ്ടത അനുഭവിക്കുന്ന മുസ്ലിം സഹോദരങ്ങൾക്ക് അള്ളാഹു എത്രയും പെട്ടെന്ന് അവൻ്റെ സുരക്ഷിതത്വം നൽകട്ടെ. എല്ലാ പ്രയാസങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല മാറ്റി കൊടുക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാവരുടെയും ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അള്ളാഹു പൂർത്തീകരിച്ച് നൽകട്ടെ. അസുഖങ്ങളെല്ലാം അള്ളാഹു മാറ്റി നൽകട്ടെ. ആഫിയത്തോടു കൂടിയുള്ള ഈമാനോടുകൂടിയുള്ള ജീവിതം അള്ളാഹു നമുക്കെല്ലാവർക്കും നസീബാക്കട്ടെ. എല്ലാവിധ അപകട മരണങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും താങ്ങാൻ കഴിയാത്ത അവസ്ഥകളിൽ നിന്നും വെട്ടിക്കീറി മുറിക്കുന്ന അവസ്ഥകളിൽ നിന്നും ഭയാനകമായ പേടിപ്പിക്കപ്പെടുന്ന എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും നമ്മളെയും നമ്മുടെ കുടുംബത്തെയും ബന്ധുമിത്രാദികളെയും എല്ലാവരെയും അള്ളാഹു കാത്ത് സംരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. താങ്ങാൻ കഴിയാത്ത ജീവിതത്തിലുണ്ടാകുന്ന പരീക്ഷണങ്ങളെ തൊട്ടും അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. കുഫറിൻ്റെ അവസ്ഥയിലേക്ക് അറിയാതെ പോലും പോകുന്ന സാഹചര്യത്തെ തൊട്ടും നമ്മളെയും നമ്മുടെ മക്കളെയും ബന്ധുമിത്രാദികളെ എല്ലാവരും അള്ളാഹു കാത്ത് സംരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല കേട്ട കാര്യങ്ങൾ കേട്ടതിലുപരി ജീവിതത്തിൽ അമലിൽ കൊണ്ടുവരാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദുആഇ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.